അധികം വലിച്ചു നീട്ടലുകളൊന്നുമില്ലാതെ വളരെ ലളിതവും സുന്ദരവും അതിമനോഹരവുമായ ഒരു കഥ വായനക്കാരുടെ മുൻപിൽ മലയാളികളുടെ സ്വന്തം ബഷീർ എഴുതി ചേർത്തപ്പോൾ അത് മുച്ചീട്ട് കളിക്കാന്റെ മകളായി. മണ്ടൻ മൂത്താപ്പയും ഒറ്റക്കണ്ണം പോക്കരുടെ പൊന്നു മകളായ സൈനബയും തമ്മിലുള്ള പ്രണയം ഒറ്റക്കണ്ണം പോക്കർ കണ്ടുപിടിക്കുകയും അത് അയാളും മണ്ടൻ മൂത്താപ്പയും തമ്മിലുള്ള വലിയൊരു തർക്കത്തിന് ഇടയാക്കുകയും ആ തർക്കത്തിൽ ആ യുദ്ധത്തിൽ അവിടുത്തെ നാട്ടുകാർ പങ്കുചേരുകയും ഒടുവിൽ ആ യുദ്ധത്തിൽ ഒറ്റക്കണ്ണം പോക്കരാണോ അതോ മണ്ടൻ മൂത്താപ്പയാണോ വിജയിക്കുന്നത് എന്നൊക്കെയുള്ള വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കഥയാണ് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. ബഷീറിന്റെ മറ്റെല്ലാ കൃതികളിൽ എന്നതുപോലെ അദ്ദേഹം ഈ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയെ നമുക്ക് കണക്കാക്കുവാൻ സാധിക്കുന്നത്. കഥാപാത്രങ്ങളെ വായനക്കാരുടെ മുൻപിൽ അതിഗംഭീരമായി അവതരിപ്പിക്കുന്നതിലും ബഷീർ എന്ന എഴുത്തുകാരൻ സമ്പൂർണ്ണമായി വിജയിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന എഴുത്തുകാരന്റെ ഏറ്റവും വലിയ വിജയം എന്നത് അദ്ദേഹം ഓരോ വായനക്കാരന്റെ മുൻപിൽ തന്റെ കഥ അവതരിപ്പിക്കുന്നത് അത്ര ആഡംബരങ്ങളില്ലാതെ എന്നാൽ വളരെ ലളിതവും സുന്ദരവുമായിട്ടാണ്. ഏതൊരു നിസ്സാരക്കാരനായ സാധാരണ വായനക്കാരനും വളരെ എളുപ്പത്തിൽ വായിച്ചു തീർക്കാൻ സാധിക്കുന്നതാണ് ബഷീറിന്റെ ഓരോ കൃതികളും. അത്തരത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ മനോഹരമായ ഒരു പുസ്തകം തന്നെയാണ് മുച്ചീട്ട് കളിക്കാന്റെ മകൾ.